ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു നെക്ലേസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു മെറ്റൽ ചെയിനും അതുപോലെ തന്നെ മഴത്തുള്ളി ബീഡൊക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ മേക്ക് ചെയ്യാൻ പറ്റിയൊരു നെക്ലേസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയുള്ള നമ്മൾ ബീഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ 8 mm തിക്നെസ്സിലുള്ള ബീഡാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ബീഡാണ്. അതുപോലെ തന്നെ മഴത്തുള്ളി ബീഡ് എടുത്തിട്ടുണ്ട്, ഐ പിൻ എടുത്തിട്ടുണ്ട്, മെറ്റൽ ചെയിൻ എടുത്തിട്ടുണ്ട്, രണ്ട് ജം റിങ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു ജം റിങ്സിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഫിഷ് ലൈൻ ഇടുക. നമ്മുടെ ഫിഷ് ലൈന് 0.25 mm തിക്നെസ്സിലുള്ള ഫിഷ് ലൈനാണ്. വളരെ നൈസായ ഫിഷ് ലൈനാണ്. ഇതുപോലുള്ള മാലകൾക്കൊക്കെ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഫ്ലെക്സിബിളായി നിന്നോളും. നമ്മൾ ഫിഷ് ലൈൻ ഒന്ന് അതിൽ ജംറിങ്ങിൽ കോർത്തതിന് ശേഷം ഒന്ന് ബാലൻസ് ഭാഗമൊക്കെ കരിയിച്ച് കളഞ്ഞിട്ടുണ്ട്. 2 ബീഡ് ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ 2 ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു മെറ്റൽ ചെയിനിൻ്റെ ഫസ്റ്റ് കുളത്തിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം 2 ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ മെറ്റൽ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ കോർക്കണം. ചെറിയ രീതിയിലൊരു ഹാങ്ങിങ് പോലെ വരുന്ന രീതിയിൽ, അധികം വലുപ്പത്തിൽ എടുക്കണ്ട. നമ്മൾ ഏകദേശം ഒരു കണക്കാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിലൊരു ഹാങ്ങിങ് പോലെ വരുന്ന രീതിയിൽ ചെയ്യാം. വീണ്ടും നമ്മൾ 2 ബീഡ് ഇടുക. ഇങ്ങനെ കുറച്ചിങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ മേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഓരോ ഹോളിൻ്റെ മെറ്റൽ ചെയിനിൻ്റെ ഓരോ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇടുന്നത് ഒരേ മെഷർമെൻ്റ് തന്നെ ആയിരിക്കാൻ ശ്രമിക്കണം. നമ്മളൊരു 15 സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. 15 ടൈമിൽ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും 2 ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ ജംറിങ്ങുമിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കെട്ടിക്കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽ ചെയിനിൻ്റെ റിങ്ങുകൾ കണ്ണികൾ എണ്ണി നോക്കിയതിന് ശേഷം ഇട്ടാലും മതി. എന്നാലും അളവ് എല്ലാം ഒരേ അളവിലായിക്കോളും. അത് എണ്ണൽ കുറച്ച് പ്രയാസമാണ്, ചെറിയ കണ്ണി ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു കണക്കെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മഴത്തുള്ളി വെക്കുന്നത് ഇതുപോലെയാണ്. ഐ പിന്നിൽ ഇട്ടിട്ട് ഐ പിന്ന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ കൊളത്തിയതിന് ശേഷം നമ്മളൊന്ന് നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക. ഇതുപോലെ ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ പിന്ന് ഫസ്റ്റ് എടുത്തതിന് ശേഷം ഒരു ബീഡ് ഇട്ടതിന് ശേഷവും ചെറിയൊരു ബീഡ് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മഴത്തുള്ളി വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ആ ബീഡ് ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ മഴത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.